അപ്പോൾ നമ്മൾ ഈ ഒരു റിസോർട്ടിലെ ആദ്യത്തെ അതായത് മെയിൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 4 കെട്ട് എന്ന് പറയുന്ന കോട്ടേജ് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട്. ഇതൊന്നും കാണാതെ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ട്വിൻ ബെഡുകളുള്ള ഒരു കോട്ടേജാണ്. നമ്മൾ ആ ഒരു കോട്ടേജിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഇരുമ്പിൻ്റെ ഗ്രില്ലാണെങ്കിൽ പണ്ടത്തെ മരം കൊണ്ടുള്ള ഒരു ഗ്രില്ലൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള കാണാൻ പറ്റും. ഇവിടെ ചെറിയ ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് താഴെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇതുവഴി കറക്റ്റായിട്ട് കാണാൻ പറ്റും. എന്നാൽ അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. അങ്ങനത്തെ കുറേ പ്രത്യേകതകളൊക്കെ ഈ ഒരു കോട്ടേജിന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള, അതായത് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ ഇവിടെ ടോട്ടലി അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ബിൽഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസാണ് ഈ ഒരു കോട്ടേജിൻ്റെ പുറമേ നമുക്ക് കാണാൻ പറ്റുക. ഇനി ഉള്ളിലത്തെ റൂമും അതിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ആദ്യത്തെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മൾ പൊതുവേ കാണുന്നത് പോലുള്ളൊരു ഡോറല്ല, വളരെ ചെറുതായിട്ടുള്ളൊരു ഡോറാണ്. വളരെ ചെറിയ ഒരു ഡോറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയ റൂം. നമ്മൾ ഈ ഒരു റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യമൊക്കെ കണ്ട റൂമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റൂമാണ് കേട്ടോ ഇവിടെ വരുന്നത്. 2 ബെഡുകൾ വരുന്നുണ്ട്. അപ്പോൾ 4 പേർക്ക് വരെ വളരെ കംഫർട്ടബിളായിട്ട് ഈ റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 4 ചെയറും അതേപോലെ തന്നെ ചെറിയൊരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്ലാസ് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അവർ ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു മിനി ബാറും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം ഒക്കെ ചൂടാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 2 ബെഡുകളാണ് ഈ റൂമിൽ ടോട്ടലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ പ്രിപ്പറേഷൻ അതായത് മേക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറും അതേപോലെ തന്നെ ഫർണിച്ചറൊക്കെ വളരെ ക്ലീനാണ്, ഡസ്റ്റ് ഫ്രീ ആണ്. പിന്നെ ഈ ഒരു റൂമിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡ് വർക്കാണ്. പിന്നെ ഈ ഒരു ഭിത്തി വാൾ കംപ്ലീറ്റ് വരുന്നത് വുഡ് വർക്കിലാണ് കേട്ടോ. പിന്നെ റൂമിൽ ചെറിയൊരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലായിട്ട് ഈ 2 ഭാഗത്തായിട്ട് 2 ഡ്രോയിങ്സ് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റൂമിൽ ഫാനോ കാര്യങ്ങളൊന്നുമില്ല, AC ആണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഈ ഒരു റൂമിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കോമൺ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമാണ്. ഈ ഒരു ബാത്റൂം നമ്മൾ നിലവിൽ കണ്ടതിൽ വെച്ച് കുറച്ച് സ്പേസ് കൂടുതലുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ബാത്റൂം അതേപോലെ തന്നെ വളരെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും അവർ ബാത്റൂം കീപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്ന തരത്തിലുള്ളൊരു ബാത്റൂമാണ്. അത്രയും നല്ല സ്പേസ് ആണ് ഈ ഒരു ബാത്റൂം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ കോട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇവിടെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ഏത് ഡേറ്റിനാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ എത്ര അഡൽട്ടിൻ്റെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജും എണ്ണവും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ കോട്ടേജ് കാണാം.